കോഴിക്കോട് പയ്യോളി തിക്കോടി കല്ലകത്ത് കടപ്പുറത്ത് 4 പേർ തിരയിൽപ്പെട്ട് മരിച്ച സംഭവത്തിൽ ദുരന്തത്തിൽ ഞെട്ടൽ വിട്ടുമാറാതെ ജിൻസി ഉൾപ്പെടെ 5 പേരാണ് കൈകോർത്ത് പിടിച്ച് കടലിൽ ഇറങ്ങിയത്. അപകടത്തിൽപ്പെട്ട് 4 പേർ മരിച്ചു. ഒന്നിച്ചാണ് കടലിലേക്ക് ഇറങ്ങിയതെന്നും അതിനിടയിൽ തിരയടിച്ചാണ് അപകടമുണ്ടായതെന്നും ജിൻസി വിതുമ്പി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നൊരു വലിയ തിര വന്നു. എല്ലാവരെയും തിരയെടുത്തു. എത്ര നീന്തിയിട്ടും വരാൻ പറ്റുന്നില്ല. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വയനാട് സ്വദേശി ജിൻസി പറയുന്നു. ഇന്നലെ വൈകിട്ട് 4-നായിരുന്നു അപകടം. ഞങ്ങളുടെ സംഘത്തിൽ 26 പേരുണ്ടായിരുന്നു. 2-3 സ്ഥലങ്ങളിൽ പോയി ഉച്ചയോടെയാണ് കടപ്പുറത്തെത്തിയത്. വെയിലായതിനാൽ ഭൂരിഭാഗം ആളുകളും വാഹനത്തിൽ തന്നെ ഇരുന്നു. ഞങ്ങൾ 5 പേരാണ് കടലിൽ ഇറങ്ങിയത്. സാധാരണ കടലിൽ ഇറങ്ങാറുള്ളതുപോലെ ഇറങ്ങി. കുറച്ചു ദൂരം മാത്രമേ മുന്നോട്ട് പോയുള്ളൂ. കുഴപ്പമൊന്നും തോന്നിയില്ല. ഒരുമിച്ചാണ് എല്ലാവരും നിന്നത്. പെട്ടെന്ന് വലിയ തിര വന്നു. ഞങ്ങളെ കടലിലേക്ക് വലിച്ചു കൊണ്ടുപോയി. എത്ര നീന്തിയിട്ടും കരയിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആഴ്ന്നായെന്ന് കടലിൽ മുങ്ങിപ്പോകുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത്. കൂടെയുണ്ടായിരുന്നവർ വിളിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. എന്റെ ബോധം മറഞ്ഞു. ആരോ വന്ന് തലയിൽ പിടിച്ചത് കൊണ്ടാണ് എന്നെ കിട്ടിയത്. ബാക്കിയുള്ളവരെ പിടിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവരെ കിട്ടിയില്ല. ആശുപത്രിയിലുള്ള ജിൻസി കരച്ചിലോടെ പറഞ്ഞു. ഞങ്ങൾ സാധാരണ കടലിൽ ഇറങ്ങാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇറങ്ങിയത്. കുറച്ചു മുന്നോട്ടിറങ്ങിയപ്പോൾ കുഴപ്പമൊന്നും തോന്നിയില്ല. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഒരുമിച്ചിറങ്ങി. ആ വെള്ളത്തിന് എന്തെന്നില്ലാത്ത കുളിരുണ്ടായിരുന്നു. അതങ്ങനെ ആസ്വദിച്ചു നിൽക്കുമ്പോഴാണ് വലിയ തിര വന്നത്. എത്ര നീന്തിയിട്ട് മുന്നോട്ട് പോരാൻ കഴിഞ്ഞില്ല. അവരെ വിളിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. കൽപ്പറ്റ ബോഡി ഷോപ്പ് എന്ന ജിമ്മിലെ 25 അംഗ സംഘമാണ് കടൽ കാണാൻ എത്തിയത്. ഇവരിൽ 5 പേർ കടലിൽ ഇറങ്ങുകയായിരുന്നു. ബാക്കിയുള്ളവർ നല്ല വെയിലായതിനാൽ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. തിരയിൽപ്പെട്ടവരിൽ ജിൻസിയെ മാത്രം കരക്ക് കയറ്റാനായി. മറ്റു 4 പേർ തിരയിൽ ഒലിച്ചുപോയെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ 3 പേരെ കരയിലെത്തിച്ചു. ഇവരെ ഉടൻ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞാണ് 4-മത്തെ ആളെ കടലിലെ പാറയിൽ തങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഇവരോട് കടലിൽ ഇറങ്ങരുതെന്ന് നേരത്തെ നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൈകോർത്തു പിടിച്ച സംഘം കടലിൽ ഇറങ്ങിയപ്പോഴാണ് അപകടം. ഹരിതഗിരി ഹോട്ടൽ മാനേജർ അമ്പീശ്ശേരി സ്വദേശി സതീശന്റെ ഭാര്യയാണ് മരിച്ച വാണി. അരുവണ സ്വദേശി അനീസ ജിം ട്രെയിനർ ആണ്. പ്രാദേശിക രാഷ്ട്രീയ നേതാവാണ് ബിനീഷ്. 3 പേരുടെ മൃതദേഹം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ, ഒരാളുടെ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലുമാണ്. കടൽ ഉൾവലിഞ്ഞിട്ടുണ്ടെന്നും ആഴവും അടിയൊഴുക്കും ഉള്ളതിനാൽ ആരും ഇവിടെ ഇറങ്ങാൻ തയ്യാറാവില്ലെന്നും ശിവാകോടി പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല സമദ് പറഞ്ഞു. ഇവരോട് കടലിൽ ഇറങ്ങരുതെന്ന് നാട്ടുകാരും മുന്നറിയിപ്പ് നൽകിയിരുന്നു.